നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. കിഴക്കൻ മേഖലയെ ആകെ ദുഃഖത്തിലാഴ്ത്തി തലവൂർ സ്വദേശിയായ ലിജിൻ എന്ന 8 വയസ്സുകാരന്റെ മരണം. അച്ഛൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മദ്യം കഴിച്ച് അബോധാവസ്ഥയിലാവുകയും പിന്നീട് ആശുപത്രിയിൽ ജീവൻ വെടിയുകയും ചെയ്ത ലിജിൻ സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നവും മറ്റു കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും ഒരു പാഠവും വേദനയുമാണ്. പല ചോദ്യങ്ങളാണ് ലിജിന്റെ മരണം ഉയർത്തുന്നത്. മദ്യം ജീവിതത്തിന്റെ സ്വാഭാവിക ഘടകം മാത്രമായ പുതിയ കേരളീയ സമൂഹത്തിന്റെ രക്തസാക്ഷിയാണ് ലിജിൻ. പ്രധാന ചോദ്യം ഇതാണ്: കുട്ടികളുള്ള വീട്ടിൽ മദ്യം സൂക്ഷിക്കാൻ പാടുണ്ടോ? വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മദ്യം എടുത്ത് കുടിച്ചു വിധിയെയും അതിദാരുണമായ വിധത്തിൽ ആ കുട്ടി മരണപ്പെടുകയുമാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ മാതാപിതാക്കളായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ മുതിർന്നവർ പല രൂപത്തിലും ഇതിൻ്റെ കാര്യത്തെപ്പറ്റി ആലോചിക്കേണ്ടതാണ്. കാരണം കൊച്ചുകുട്ടികൾക്ക് അവർക്ക് യാതൊന്നും അറിയത്തില്ല. വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് മദ്യമാണെന്നോ അല്ലെങ്കിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന പാനീയങ്ങളാണെന്നോ ഇതൊന്നും കുട്ടികൾക്കറിയില്ല. യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ചു, ആ കുട്ടി പോയി ചെന്ന് എടുത്തിത് കഴിച്ചത് ശീതളപാനീയോ മറ്റോ എന്തെങ്കിലും ആയിരിക്കും, കുടിക്കാനുള്ള പാനീയമാണെന്ന് വിചാരിച്ചാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത്. അത് നമ്മുടെ സമൂഹത്തിനാകെ ഇതൊരു പാഠമായിരിക്കണം. കാരണം ഇത്തരത്തിൽ മദ്യങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് അപകടകരമാണ്. 250 ഗ്രാം മദ്യം ഉള്ളിൽ ചെന്നുപോയെന്നാണ് പത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. ഏതായാലും ഒരു മാതാപിതാക്കളുടെ ഒരു അശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ വീട്ടിൽ വെച്ചിരിക്കുന്നത് അത് കുപ്പിയിൽ നിന്ന് അത് ശീതളപാനീയോ ആ കുടിക്കുന്നത് എന്തെങ്കിലും ആണെന്നുള്ള ധാരണയിലായിരിക്കും അത് കുടിച്ചത്. പക്ഷേ ഇത് മുൻ അനുഭവം എന്ന് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാകാം. ആ കുട്ടിയുടെ പിതാവ് ജീവിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അത് കണ്ടതിന് ശേഷം ഇവരാരും ഇല്ലാത്ത സമയത്ത് അത് നോക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത്രയും കൂടുതൽ ആ കുട്ടി ഉള്ളിൽ വരുന്നവരെ ഇത്രയും ഒരു സാഹചര്യം ഉണ്ടായത് വളരെ ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് മദ്യപിക്കുന്ന രക്ഷകർത്താക്കൾ ചില കുട്ടികളിൽ നിന്ന് പൂർണ്ണമായിട്ടും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ആ കുട്ടികളെ ഒഴിവാക്കി നിർത്തേണ്ടത് അവരുടെ ഭാഗത്ത് രക്ഷകർത്താക്കൾ മദ്യപിക്കുന്നതാണ് എന്നുള്ള ധാരണ ആ കുട്ടികൾക്കുണ്ടാകാതിരിക്കാനും കൊണ്ട് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമുക്കൊരു മുന്നൊരു അനുഭവമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും കിട്ടുന്നതെല്ലാം അവർ കഴിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇനി കുട്ടികൾ ഈ ഒരു കുഞ്ഞിൻ്റെ ജീവൻ പൊലിഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലരുടെയും കണ്ണു തുറപ്പിക്കുന്നതാണ്. അശ്രദ്ധമായിട്ട് രക്ഷിതാക്കൾ മദ്യവും മറ്റു കാര്യങ്ങളും വീട്ടിൽ കൊണ്ട് വെക്കുന്നത് വളരെ സൂക്ഷിക്കാം. മദ്യപിക്കുന്നതിനെ സംബന്ധിച്ച് വീട്ടിൽ അല്പം വെളിയിൽ നിന്ന് പോയി മദ്യവെച്ചിട്ട് വരിക, ഇത് അശ്രദ്ധയായിട്ട് വെച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. മേലിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സമൂഹം രക്ഷിതാക്കൾ പ്രത്യേകമായി ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് സംബന്ധിച്ചത്. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഇനി ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ മുതിരാതെ ഇതൊരു പാഠമായി തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഇത് എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇനിയൊരു കുട്ടിക്കും ഇത് സംഭവിക്കരുതെന്നാണ് സമൂഹത്തിന്റെ ആഗ്രഹം. പക്ഷേ ലിജിന്റെ മരണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത സംഭവം. 10ാം ക്ലാസ്സുകാരൻ അടിച്ചു ഫിറ്റായി അബോധാവസ്ഥയിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. സംഘം ചേർന്ന് സ്കൂളിൽ പോകാതെ മദ്യപാനം. നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സംഘാംഗങ്ങൾ ഓടി രക്ഷപ്പെട്ടു. അവശനായിരുന്ന കുട്ടിയെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിൽ മദ്യം സൂക്ഷിക്കുന്നത് മാത്രമല്ല പ്രശ്നം.
മദ്യം കഴിക്കാൻ പ്രായമില്ലാത്ത കുട്ടികൾക്ക് മദ്യം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നു. അവരെ എങ്ങനെ തടുക്കാം? വീടുകൾ കേന്ദ്രീകരിച്ച് മദ്യങ്ങളും മയക്കുമരുന്നുകളും നിത്യസംഭവങ്ങളാണ്. ഇതുപോലെ ഇവിടെ മദ്യം നിരന്തരം ഇവിടെ ഒഴുകുകയും രാത്രി 1 മണിയായാൽ പോലും ഈ ഇവിടുത്തെ ബാറുകളിൽ മദ്യം കിട്ടും. അതുപോലെ തന്നെ മുക്കിനും ഇപ്പോൾ തന്നെ പത്തനാപുരത്തും സന്ധ്യ കഴിഞ്ഞാൽ മദ്യ കച്ചവടക്കാരും മദ്യക്കാരും ഉള്ളൂ. 1-ാം തീയതി പോലും ഇവിടെ നിത്യം മരുന്ന് കിട്ടുന്ന ഒരു രാജ്യം വിദേശ മദ്യങ്ങളും ചാരായം കിട്ടുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. മദ്യം വീട്ടിൽ കൊണ്ടുപോകാനുള്ള പൂർണ്ണമായ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്, സർക്കാർ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ കൊച്ചുകുട്ടി പോലും ശീതള പാനീയങ്ങളാണ് എന്ന് പറഞ്ഞ് എടുത്ത് കുടിക്കാൻ തന്നെ കാരണം. ആരോ ചെയ്ത പുണ്യം കൊണ്ട് ആ കുട്ടിയുടെ ജീവന് ആപത്ത് ഉണ്ടായില്ല. അതേസമയം രക്ഷാകർത്താക്കൾ മദ്യം വീട്ടിൽ കൊണ്ടുപോകുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാണ്. മദ്യം വീട്ടിൽ കൊണ്ടുപോകാനുള്ള പൂർണ്ണമായ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്, സർക്കാർ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ കൊച്ചുകുട്ടി പോലും ശീതള പാനീയങ്ങളാണ് എന്ന് പറഞ്ഞ് എടുത്ത് കുടിക്കാൻ തന്നെ കാരണം. ബാറിൽ പോയി മദ്യപിക്കാൻ ചെലവ് കൂടുതലാണ്. കുറഞ്ഞ ചെലവിൽ മദ്യപിക്കാൻ സർക്കാർ ധാരാളം മദ്യം ബിവറേജസ് വഴി വിൽക്കുന്നുണ്ട്, ധാരാളം പണം സമ്പാദിക്കുന്നുമുണ്ട്. പക്ഷേ സാധാരണക്കാരൻ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങുന്ന മദ്യം എവിടെ കൊണ്ടുവച്ച് കഴിക്കും എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പൊതുവഴിയിൽ മദ്യപിച്ചാൽ പോലീസ് പിടിക്കും. ഹോട്ടലുകളിൽ കൊണ്ടുപോയി മദ്യപിക്കാൻ അവർ സമ്മതിക്കില്ല. അയലത്തുകാരന്റെ പറമ്പിൽ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അവൻ ഓടിക്കും. അല്ലെങ്കിൽ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. വീട്ടിൽ കൊണ്ടുപോയാൽ ഇപ്പോഴത്തെ പ്രശ്നം മക്കളെടുത്തു കഴിക്കും എന്നതാണ്. നല്ല തൊലിക്കെട്ടിയുണ്ടെങ്കിൽ മദ്യപിച്ച് നിരത്തിലോ ഓടയിലോ കിടക്കണം ഇതുപോലെ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചെമ്മന്തൂരിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വന്നുപോകുന്ന യാത്രക്കാരെ എതിരേൽക്കുന്നത് പൊരിവെയിലത്തും ഓടയിലും വീണുകിടന്ന സുഖമയക്കം നടത്തുന്ന പാമ്പുകളാണ്. മിക്കപ്പോഴും ബാർ സമയം തുടങ്ങുമ്പോൾ തന്നെ ഹാജർ വച്ച ഏതെങ്കിലും പാമ്പ് അത് കഴിഞ്ഞ് സ്റ്റാൻഡിലും ഹാജർ വച്ചിട്ടുണ്ടാവും. ഇത് ശനിയാഴ്ച കണ്ട കാഴ്ചയാണ്. പത്തനംതിട്ട ഭാഗത്തു നിന്നുള്ള സ്വകാര്യ ബസ്സിൽ വന്നിറങ്ങിയ ഈ ചെറുപ്പക്കാരൻ കോൺക്രീറ്റ് തറയിൽ പൊരിവെയിലത്താണ് ശയനം തുടങ്ങിയത്. ബസ്സിൽ വന്നിറങ്ങിയത് എന്ന വാചകം ബസ് ജീവനക്കാർ തള്ളി പുറത്തു കളഞ്ഞത് എന്ന് തിരുത്തി കേൾക്കണം. രാവിലെ 11 മണിയോടെയാണ് താരത്തിന്റെ രംഗപ്രവേശം. കുറെ നേരം അങ്ങനെ കിടന്ന ഇയാൾ വെയിൽ മൂക്കുന്നതനുസരിച്ച് സ്ഥാനം മാറി മാറി ഒടുവിൽ ഓടയിലായി. ഒടുവിൽ ചാനൽ ലൈവ് പ്രവർത്തകർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി. കാലങ്ങളായി ഒഴുക്കില്ലാതെ മാലിന്യം കെട്ടിക്കിടന്ന് ചീഞ്ഞളിഞ്ഞ ഓടയിൽ കിടക്കുന്ന യുവാവിനെ തൊടാൻ പോലീസിന് മടി. നാട്ടുകാരും ചേർന്ന് ഒടുവിൽ ഒരുവിധം വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്ത് സുഖമാണ് ഉറങ്ങാല്ലേ. കമ്പിട്ട് കൊടുക്കും പിടിക്കാൻ. അതുപോലെ പാമ്പിനെ കണ്ടിട്ടുണ്ടോ? എനിക്ക് പോലെ യുവാവ് നടന്നു വന്നതനുസരിച്ച് നാറ്റം കൂടിയതോടെ ആൾക്കാർ ഓടിമാറി. പോലീസ് ഇയാളെ സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടത്തെ ജീവനക്കാർ ദൂരെ മാറി നിന്ന് വെള്ളം കോരിയൊഴിച്ച് കുളിപ്പിച്ചു. ആ കഥ അവിടെ തീർന്നു. അടുത്ത കഥയും ബസ് സ്റ്റാൻഡിൽ തന്നെ. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ പൊരിവെയിലത്ത് സ്ഥാനം പിടിച്ച മധ്യവയസ്കൻ സുഖമയക്കത്തിലാണ്. ഇത്തവണയും ചാനൽ ലൈവ് പ്രവർത്തകർ പോലീസിനെ വിളിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ പട്ടണത്തിൽ ബോധവത്കരണ പരിപാടി നടക്കുന്നതിനാൽ വരാൻ ആളില്ലെന്ന് മറുപടി. 3 മണിക്കൂറോളം അങ്ങനെ കിടന്നു. നിർജ്ജലീകരണം മൂലം മരണം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ വീണ്ടും പോലീസിനെ വിളിച്ചു. ഇത്തവണയും ആളില്ല. വെയിലത്തുനിന്ന് മാറ്റിക്കിടത്താൻ ഓട്ടോറിക്ഷക്കാരോട് നിർദ്ദേശിച്ചപ്പോൾ അവർക്ക് പേടി. പാമ്പിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളും ഉത്തരം പറയേണ്ടി വരും. അപ്പോഴതാ വരുന്നു പുനലൂർ സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ. കാര്യം ധരിപ്പിച്ചപ്പോൾ അദ്ദേഹം ഉഷാറായി. നാട്ടുകാരുടെ കൂടി സഹായത്തോടെ പാമ്പിനെ പൊരിവെയിലത്തുനിന്ന് മാറ്റി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തിണ്ണയിൽ കിടത്തി. പിന്നെ ഇരുത്തി. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് സഹായിക്കാൻ വന്ന പോലീസുകാരന് ആളെ മനസ്സിലായത്. പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്റ്റേഷനിലെ ASI ആണ് ഇഴയാനാവാതെ കിടന്ന ഈ പാമ്പ്. ഇരുവരും സൌഹൃദം പുതുക്കി കാര്യങ്ങൾ പറഞ്ഞ് പിരിഞ്ഞു. വൈകിട്ട് 5 മണിയോടെ അതാ സ്റ്റാൻഡിന്റെ മറ്റൊരു കോണിൽ ആദ്യം കിടന്നതിന് മീറ്ററുകൾ മാത്രം അകലെ പാമ്പ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ആരോടിച്ചാലും ഞാൻ പോകില്ലെന്നാണ് വാശി. രാവിലത്തെ കെട്ടുപോയതിന്റെ സങ്കടം തീർക്കാൻ വീണ്ടും ഊർജ്ജം നിറച്ചുകൊണ്ടാണത്രേ ഇപ്പോഴത്തെ കിടപ്പ്. നടുറോഡിൽ പൊരിവെയിലത്തുറങ്ങാൻ വിധിയുണ്ടെങ്കിൽ പോലീസുകാരനായാലും അത് നടക്കും. കാശു കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്ന് കേൾക്കുക മാത്രം ചെയ്തിട്ടുള്ളവർക്ക് കാണാൻ ഒരവസരവുമായല്ലോ. ജനമൈത്രി പോലീസ് മദ്യത്തിനെതിരെ വൻ പരാക്രമം തുടരുമ്പോഴാണ് പൊതുനിരത്തിൽ മദ്യപിച്ച് പോലീസുകാരന്റെ പരാക്രമം. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ആരോട് പരാതി പറയാൻ? മദ്യം വഴി കുട്ടികൾക്ക് ആപത്ത് സംഭവിച്ചാൽ അത് ദുഃഖകരമാണ്. മുതിർന്നവർ അടിച്ചുപൂസായി വഴിയിൽ കിടന്നാൽ അത് കണ്ടുചിരിക്കാൻ ഒരു കാഴ്ചയും. രണ്ടായാലും നാണക്കേട് മലയാളിക്ക് തന്നെ.
പത്നി ഭഗവതി അടിയനിൽ അടിവോടി നിത്തിരി കരിയണമേ. പറമേളം ചെണ്ടച്ചെങ്കില ധിപ്പി മക്കള മരമണിക്കിണികിണി പലതാളം തക്കിടകിട തകത ചുവടുകളിൽ ഒരു ഞൊടിയുടെ പിഴയരുത്. ഹോയ് അമ്മ ഹോയ് ഹോയ് അടവുകളുടെ ചുടുപകിടകൾ ഉരുളണ ഒരുവരമിനി അതിനരുളണമേ. ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി ചേ ചേ വണങ്ങി കുണുങ്ങി മണുങ്ങി കലങ്ങും വിലങ്ങി കുരുങ്ങി പരുങ്ങി അയ്യേ ഈ മരമടയനു ഞാനതിരല്ലടവും. കേരള കോൺഗ്രസിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന ചില നേതാക്കൾക്കും അണികൾക്കും അടുത്തിടെ ഒരു ഭൂതോദയമുണ്ടായി. പാർട്ടി പലരുടെയും കുടുംബ സ്വത്താണ്. ഈ നൂറ്റാണ്ടിൽ 2013 നയപ്പെടുത്തിയത് ഒരു കുടുംബത്തിന്റെ സ്വത്തായി മാറിയിരിക്കുക. കേരള കോൺഗ്രസ് പിളർന്ന് ഇനി പിളരാനില്ലാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. മാണിയുടെ മകൻ, ബാലേഷുള്ള മകൻ, ജേക്കബ് എന്ന മകനും ഭാര്യയും തമ്മിലടി. PT ചാക്കോയുടെ മകൻ PC തോമസ് മുതലാമൻ എന്ന പാർട്ടിയിലായിരുന്നു ഞങ്ങൾ. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുകൂടി കേൾക്കാം. എന്നോടൊപ്പം പാർട്ടിയുടെ 2 വൈസ് പ്രസിഡന്റുമാർ കൊല്ലം ജില്ലയിലുള്ളതിൽ സീനിയർ വൈസ് പ്രസിഡന്റായ ബിനുജി നായർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കട്ടാടി ഹരികുമാർ, KTSന്റെ സംസ്ഥാന ജില്ലാ സെക്രട്ടറിയും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുമൊക്കെ രാമോദരമുള്ള, പത്തനാപുരം നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ജോൺ ജേക്കബ്, സെക്രട്ടറി ബിജു ജോൺ എന്നിവരും ഞങ്ങളോടൊപ്പം 100 അധികം പ്രവർത്തകരും ഇന്ന് പാർട്ടി വിടുവാൻ തീരുമാനമെടുത്തു. വളരെ നല്ല കാര്യം. ആം ആദ്മി ഒഴികെ ഏത് പാർട്ടിയും നിങ്ങളെ സ്വാഗതം ചെയ്യും. പക്ഷെ കേരള കോൺഗ്രസ് ചിലരുടെ കുടുംബസ്വത്താണ് എന്ന് മനസ്സിലാക്കാൻ കറുത്ത മുടി നരയ്ക്കും വരെ കാത്തിരിക്കേണ്ടി വന്നല്ലോ. മാണിയുടെ മകൻ, ബാലേഷുള്ള മകൻ, ജേക്കബ് എന്ന മകനും ഭാര്യയും തമ്മിലടി. PT ചാക്കോയുടെ മകൻ PC തോമസ് മുതലാമൻ എന്ന പാർട്ടിയിലായിരുന്നു ഞങ്ങൾ. ഈ പത്രസമ്മേളനം നടത്തിയ അന്നു രാവിലെയാണ് മനസ്സിലായത് പിള്ളയുടെ മകനും ജേക്കബിന്റെ മകനും മാണിയുടെ മകനും ചേർന്നതാണ് കേരള കോൺഗ്രസ് എന്ന്. അതറിഞ്ഞ നിമിഷം ഞങ്ങൾ പാർട്ടി മാറി സോഷ്യലിസ്റ്റ് ജനതയിലേക്ക്. അവിടെ ചെന്നപ്പോൾ അതാ നിൽക്കുന്നു വീരനും അദ്ദേഹത്തിന്റെ മകനും. ഇനി ഞങ്ങൾ പാർട്ടി വിടാനുണ്ടായ ശരിയായ കാരണം. തോമസ് കേരള കോൺഗ്രസ് ഇന്ന് സംസ്ഥാന സമ്മേളനം നടത്തുകയാണ്. ആദ്യമടിച്ച വാൾപോസ്റ്റിനകത്ത് PC തോമസ്, B സുരേന്ദ്രൻപിള്ള, കറിയ തോമസ്, ജോർജ് സെബാസ്റ്റ്യന്റെ വാൾപോസ്റ്റ് അടിച്ച് ഞങ്ങളെയെല്ലാം ഏൽപ്പിച്ചു കൊണ്ടിരുന്നു. അവ 2 ചേരിയായിട്ട് മാറി. PC തോമസ്, കറിയ തോമസിന്റെ പത്രമാധ്യമങ്ങളിൽ നിന്ന് എല്ലാം മനോരമ, മറ്റ് മാധ്യമങ്ങളെല്ലാം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഇന്ന് PC തോമസിന്റെ സംസ്ഥാന സമ്മേളനം കോട്ടയം നടക്കുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ കറിയ തോമസിന്റെ കമ്മിറ്റി വിളിച്ചിരിക്കുകയാണ് പാർട്ടി. ഈ പാർട്ടി 2ആയി മാറും. അതിന് മനംകൊണ്ട് അഭിമാനമുള്ള ഒരു കേരള കോൺഗ്രസ്സുകാരും ഈ പാർട്ടി തയ്യാറാണ്. അതിൽ ഒറ്റ കാരണത്താൽ ഈ പ്രാദേശിക പാർട്ടി ഉപേക്ഷിച്ച് ദേശീയ പാർട്ടിയായ ജനതാദൾ ലയിക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. ആ ഫെബ്രുവരി 4-ാം തീയതി സോഷ്യലിസ്റ്റ് ജനത കൂടി ജനതാദളിൽ ലയിക്കുവാനാണ് ഞങ്ങളുടെ തീരുമാനം. കേരള കോൺഗ്രസിൽ ഇനി ഇസഡ് എന്നൊരു വിഭാഗം കൂടി മാത്രമേ ഉണ്ടാകാനുള്ളൂ. ഈർക്കിലി പാർട്ടികൾ വേറെയും കേരളത്തിൽ കാക്കത്തൊള്ളായിരമുണ്ട്. ഇവരെല്ലാവരും കൂടി ഒന്ന് ലയിച്ചിരുന്നെങ്കിൽ വീണ്ടും ഒന്നേന്ന് പിളരാമായിരുന്നു. ഇനി ഒരു കരച്ചിലാണ് ഒരു MLAയുടെ ഏങ്ങലടിച്ചുള്ള കരച്ചിൽ. പുതിയ 12 താലൂക്കുകൾ രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഓരോ താലൂക്കുകളുടെയും ഉദ്ഘാടനം ഇങ്ങനെ നടന്നു വരിക. അങ്ങനെ പത്തനാപുരം താലൂക്കിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് അവിടെ നടക്കുന്നു. എന്നാൽ പത്തനാപുരം താലൂക്ക് എന്ന പേരിൽ നേരത്തെ തന്നെ പുനലൂർ ആസ്ഥാനമാക്കിക്കൊണ്ട് ഇവിടെ താലൂക്ക് നിലവിലുണ്ട്. നൂറ്റാണ്ട് പഴക്കമുള്ള താലൂക്കാണ്. ഈ താലൂക്കുമായി ബന്ധപ്പെട്ട് ഈ താലൂക്കിലെ 8 വില്ലേജുകൾ, നിലവിലുണ്ടായിരുന്ന 8 വില്ലേജുകൾ ചേർത്താണ് പുതിയ പത്തനാപുരം താലൂക്ക് രൂപീകരിച്ചത്. പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലവും ആ താലൂക്ക് വരുന്നു എന്നുള്ളതുകൊണ്ട് പഴയ പത്തനാപുരം താലൂക്കിൻ്റെ പേരിൽ നിന്നും ആ പത്തനാപുരം പുതിയതായി രൂപീകരിച്ച താലൂക്ക് അതിന് വേണ്ടിയിട്ട് മാറ്റപ്പെടുകയാണുണ്ടായത്. നമ്മുടെ താലൂക്ക് പുനലൂർ താലൂക്ക് എന്നുള്ള നിലയിലാണ് തുടർന്ന് അറിയപ്പെടേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള സർക്കാർ തലത്തിലുള്ള നോട്ടിഫിക്കേഷൻ മറ്റും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്നാൽ പഴയ താലൂക്ക് 15 വില്ലേജുകൾ ചേർന്നതാണ് നമ്മുടെ താലൂക്ക്. ഈ പുനലൂർ താലൂക്ക് എന്ന് പറയുന്നത് 15 വില്ലേജുകൾ ചേർന്നു.
ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള 8 വില്ലേജ് എന്നുള്ള പുതിയ താലൂക്കിൽ തന്നെ പല വില്ലേജിൽപ്പെട്ട ആളുകൾക്കും യഥാർത്ഥത്തിൽ പത്തനാപുരം താലൂക്ക് വന്നത് അസൗകര്യമാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണവുമുണ്ട്. അവർ റവന്യൂ മന്ത്രിക്കും അതുപോലെ തന്നെ MLA-മാർക്കും എല്ലാം നിവേദനം നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ വിളക്കുടി വില്ലേജുമായി ബന്ധപ്പെട്ട് മഞ്ഞമൺകാല അടക്കമുള്ള പ്രദേശങ്ങളിൽ വരുന്ന 3-4 വാർഡുകളിലെ ആളുകൾക്ക് പുനലൂർ വരുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം. അതുപോലെ പറവന്തൂർ വില്ലേജിൽപ്പെടുന്ന ചില പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് പുനലൂരിൽ നേരത്തെ വന്നു പോകുന്നത് പോലെ തന്നെ സർട്ടിഫിക്കറ്റിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും വരുന്നതാണ് സൗകര്യം. അതെന്തോ ആകട്ടെ, അവരുടെ അസൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഗവൺമെൻറ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് നടപ്പിലാക്കുക. സ്വാഭാവികമായിട്ടും 8 വില്ലേജുകൾ ചേർത്തുകൊണ്ടുള്ള ഒരു താലൂക്ക്, തൊട്ടപ്പുറത്ത് കോന്നി താലൂക്ക് എന്നുള്ള രീതിയിൽ ഒരു മണ്ഡലം മാത്രം ഉൾപ്പെടുന്ന വേറൊരു താലൂക്ക്. യഥാർത്ഥത്തിൽ UDF-ന്റെ ഇന്നത്തെ അവരുടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്ത വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഈ 2 താലൂക്കുകൾ സമീപ മണ്ഡലങ്ങളിലെ MLA-മാർക്ക് വേണ്ടി 2 താലൂക്കുകൾ രൂപീകരിച്ചതിനുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പത്തനാപുരം താലൂക്ക് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ആസ്ഥാനം പുനലൂരായിരുന്നു. 23 വില്ലേജുകൾ ഉണ്ടായിരുന്ന പഴയ പത്തനാപുരം താലൂക്കിലെ 8 വില്ലേജുകളെ മാത്രം നിലനിർത്തി പുതിയ പത്തനാപുരം താലൂക്ക് ഉണ്ടാക്കി അതിന്റെ ആസ്ഥാനം പത്തനാപുരത്താക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചത്. അതുമൂലം പുതുതായി പുനലൂർ താലൂക്ക് ഉണ്ടായി. എന്നിട്ട് പത്തനാപുരം MLA പറഞ്ഞു പുതിയ പത്തനാപുരം താലൂക്ക് രൂപീകരിച്ചുവെന്ന്. പുനലൂർ MLA അപ്പോൾ മണ്ണും ചാരി നിന്നു. യഥാർത്ഥത്തിൽ UDF-ന്റെ ഇന്നത്തെ അവരുടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്ത വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഈ 2 താലൂക്കുകൾ സമീപ മണ്ഡലങ്ങളിലെ MLA-മാർക്ക് വേണ്ടി 2 താലൂക്കുകൾ രൂപീകരിച്ചതിനുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പുതിയ പത്തനാപുരം താലൂക്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വളരെ നേരത്തെ ഉണ്ടായതാണ്. അപ്പോഴൊന്നും പുനലൂർ MLA ഇത്തരമൊരു വാർത്താ സമ്മേളനം വിളിച്ചില്ല. പുതിയ പത്തനാപുരം താലൂക്കിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പത്തനാപുരത്ത് നടക്കുകയും അതിന്റെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് പുനലൂരിലെ CPI-കാരും ഇതേപ്പറ്റി ചിന്തിച്ചത്. പത്തനാപുരത്ത് ആഘോഷം നടക്കുമ്പോൾ പുതുതായി പുനലൂർ താലൂക്ക് രൂപീകരിക്കപ്പെട്ടതറിയാതെ പുനലൂർ നഗരം ഉറങ്ങുകയായിരുന്നു. ഒടുവിൽ MLA എവിടെയെന്നറിയാൻ നാട്ടുകാർ മഷിയിട്ട് നോക്കിയപ്പോഴാണ് പുതിയ വാർത്താ സമ്മേളനവുമായി അദ്ദേഹം രംഗത്ത് വന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങളുടെ ആവശ്യം അവർക്ക് ആർക്കും ആവശ്യമില്ല എന്നുള്ള അർത്ഥത്തിലല്ല. എന്നാൽ അതിനേക്കാൾ പ്രധാനം ഗവൺമെന്റ് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂരിപക്ഷം നിലനിർത്താൻ വേണ്ടി പത്തനാപുരത്തിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ പത്തനാപുരത്ത് 8 വില്ലേജുകൾ ചേർന്നൊരു താലൂക്കും അതുപോലെ തന്നെ കോന്നി അതിനടുത്ത മണ്ഡലം റവന്യൂ മന്ത്രിയുടെ മണ്ഡലം കൂടാണ്, അവിടെ ഒരു പ്രത്യേക താലൂക്ക്. ന്യായമായും താലൂക്കുകളായി പരിഗണിക്കേണ്ടുന്ന എത്രയോ മറ്റു പ്രദേശങ്ങളുണ്ട്. നമ്മുടെ താലൂക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ള ചടയമംഗലം, ആ ചടയമംഗലം മണ്ഡലം ചിതറ മുതൽ കിടക്കുകയാണ്. ചടയമംഗലം എളവാട് വരെ വരും ആ ചടയമംഗലം, കൊട്ടാരക്കര താലൂക്കിന്റെ ഭാഗമാണ്. അപ്പോൾ അത്തരം പരിഗണനകൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒന്നും പരിഗണിക്കാതെ വെറും രാഷ്ട്രീയമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ താലൂക്കുകൾ രൂപീകരിച്ചത് എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. പത്തനാപുരത്ത് താലൂക്ക് ഓഫീസ് രൂപീകരിച്ചതിന് പിന്നാലെ പുനലൂരിലുണ്ടായിരുന്ന ഇലക്ടറൽ ഓഫീസ് ഗണേശും സംഘവും ചേർന്ന് പൊക്കിയെടുത്ത് പത്തനാപുരത്ത് കൊണ്ട് സ്ഥാപിച്ചു. അതിനെ ഗണേഷ് കുമാറിന്റെ മിടുക്കെന്നാണ് പത്തനാപുരത്തെ ചില കടുത്ത PC ജോർജ് വിഭാഗക്കാർ പോലും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പുതിയ താലൂക്ക് രൂപീകരിച്ചു എന്നുള്ളത് കൊണ്ട് പഴയ നമ്മുടെ താലൂക്കിന്റെ, അതായത് പുനലൂർ താലൂക്കിന് ഒരൊറ്റ ഓഫീസുകൾ പോലും ഇവിടെ നിന്ന് പുതിയ താലൂക്കിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം പുതിയ താലൂക്ക് രൂപീകരിച്ചാൽ അവിടെ അനുബന്ധമായി വരുന്ന ഓഫീസുകളെല്ലാം അവിടെ പിന്നെ കാലക്രമത്തിൽ ഉണ്ടാകേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഒരു താലൂക്ക് ആസ്ഥാനത്ത് വരേണ്ട ഓഫീസുകൾ വേണം എന്ന്
അവിടുത്തെ ജനപ്രതിനിധിയോ ആ പ്രദേശത്ത് ആളുകളോ ആവശ്യപ്പെടുന്നതിന് ഒരു തെറ്റുമില്ല. അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്നാൽ വേറൊരു താലൂക്ക് ഭൂരിപക്ഷം വരുന്ന 15 വില്ലേജുകൾ ഉൾക്കൊള്ളുന്ന താലൂക്കിൽ കിടക്കുന്ന ഓഫീസുകൾ മാറ്റാൻ ഒരു കാരണവശാലും അനുവദിക്കുന്ന വിഷയമില്ല. താലൂക്ക് അനുബന്ധ ഓഫീസുകൾ, താലൂക്ക് അനുബന്ധ ഓഫീസ്, ഇപ്പോൾ സപ്ലൈ ഓഫീസ്, ഒരു താലൂക്കിൽ ഒരു സപ്ലൈ ഓഫീസ് എന്നാണല്ലോ വയ്പ്പ്, ഒരു താലൂക്കിലൊരു അസിസ്റ്റന്റ് ലേബർ ഓഫീസ്, ഇതുപോലെ ഒരു താലൂക്ക് ആസ്ഥാനത്ത് പ്രവർത്തിക്കേണ്ട ഓഫീസ്. കോടതികൾ താലൂക്ക് ആസ്ഥാനത്താണ് സാധാരണ. സബ് കോടതിക്ക് താഴെയുള്ള മജിസ്ട്രേറ്റ് കോടതി, പ്രിൻസിപ്പൽ കോടതി എല്ലാം മിക്കവാറും എല്ലാ താലൂക്ക് ആസ്ഥാനത്തും താലൂക്ക് ആസ്ഥാനം. സ്വാഭാവികമായിട്ടും അത് വരണം, ഞങ്ങൾക്ക് വേണം എന്ന് പുതിയ താലൂക്ക് അനുവദിച്ച സാഹചര്യത്തിൽ അവർക്ക് അവകാശപ്പെടാം. ഇവിടെ കിടക്കുന്നത് മാറ്റലല്ല, പുതിയത് അവർക്ക് ആവശ്യപ്പെടാം. പത്തനാപുരത്ത് ഒരു സപ്ലൈ ഓഫീസ് വേണം എന്നവർക്ക് അവകാശപ്പെടാം. നമ്മളതിനെ നിർത്തിട്ട് കാര്യമില്ല. ഒരു പുതിയ താലൂക്ക് രൂപീകരിച്ച സ്ഥിതിക്ക് അത്തരം അനുബന്ധ ഓഫീസുകൾ അവർക്ക് കിട്ടാനുള്ള അർഹതയുണ്ട്, അത് കൊണ്ടുവരികയും ചെയ്യാം. പക്ഷേ പുനലൂരിൽ അനുവദിക്കപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരോഫീസും പുതിയ താലൂക്ക് രൂപീകരിച്ചതിൻ്റെ പേരിൽ കൊണ്ടുപോകുന്നത് ശരിയാണ്. ഇവിടെ ഇലക്ഷൻ രജിസ്ട്രാർ ഓഫീസ്, അത് സാധാരണ താലൂക്ക് തഹസിൽദാർമാരാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറായി പ്രവർത്തിക്കുന്നത്. പുനലൂര് ഇലക്ടറൽ രജിസ്ട്രാർ ഓഫീസായി ഇതുവരെ പ്രവർത്തിച്ചിരുന്നത് പത്തനാപുരം താലൂക്ക് തഹസിൽദാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പത്തനാപുരം താലൂക്ക് തഹസിൽദാരെ ഇലക്ഷൻ കമ്മീഷൻ ആണ് നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ നളിനി നെറ്റോയുടെ അടുത്ത് തന്നെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്, റവന്യൂ മന്ത്രിയുടെ അടുത്ത് ധരിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ കളക്ടറുടെ അടുത്ത്. കളക്ടർ ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞു. അതായത് നോട്ടിഫിക്കേഷൻ പുനലൂര് തഹസിൽദാരെ ഇലക്ടറൽ രജിസ്ട്രാറായി നോട്ടിഫൈ ചെയ്യണം, ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫൈ ചെയ്യും. ആ സാങ്കേതികമായിട്ടുള്ള തടസ്സമേ ഉള്ളൂ. അതുവരെ പക്ഷേ ഈ ഓഫീസ്, ഇവിടുത്തെ കമ്പ്യൂട്ടറും ഇവിടുത്തെ റെക്കോർഡുകളും, ഈ 15 താലൂക്കിൽ റെക്കോർഡുകളുമെല്ലാം പഴയ തഹസിൽദാർ മാറ്റി അവിടെ കൊണ്ടുപോയത് നിയമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണ്, ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യത്തിനെതിരുമാണ്. അങ്ങനെ ചെയ്യാൻ ഇലക്ടറൽ രജിസ്ട്രാർ ഓഫീസറായിട്ടുള്ള പത്തനാപുരത്തെ തഹസിൽദാർക്ക് ഒരധികാരവും കളക്ടറോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ കൊടുത്തിട്ടില്ല. കളക്ടറും ഗവൺമെൻറ്റും ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ പരാതി കളക്ടറോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഇടപെട്ട് ഇവിടുത്തെ ഇലക്ടറൽ രജിസ്റ്റർ ഓഫീസർ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തുകൊണ്ട് പോയ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അത് ഇവിടുത്തെ 15 താലൂക്കുകളുമായിട്ടുള്ള രജിസ്റ്ററുകൾ അത് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ പഴയ ഇലക്ഷൻ ഓഫീസ് എങ്ങനെ പ്രവർത്തിച്ചോ അതുപോലെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കളക്ടർ പത്തനാപുരം താലൂക്ക് തഹസിൽദാർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇലക്ടറൽ രജിസ്ട്രാർ എന്ന് പറയുന്നത്, രജിസ്റ്റർ ഓഫീസർ എന്ന് പറയുന്നത് നോട്ടിഫൈ ചെയ്യുന്നതനുസരിച്ച് ഇപ്പോഴത്തെ പത്തനാപുരം തഹസിൽദാരല്ല. അതുകൊണ്ട് അയാൾ ഒരു ദിവസം പുനലൂർ ഇലക്ടറൽ രജിസ്റ്റർ ഓഫീസ്, ഒരു ദിവസം പത്തനാപുരം, അങ്ങനെ ആൾട്ടർനേറ്റ് ഡേയ്സുകളിൽ വർക്ക് ചെയ്യണമെന്നും ഇവിടെ എങ്ങനെയാണോ പേര് രജിസ്ട്രേഷനെല്ലാം നേരത്തെ നടന്നത് അതുപോലെ അതെല്ലാം ഈ പുനലൂർ താലൂക്ക് ഓഫീസിലെ ഇലക്ടറൽ രജിസ്റ്റർ ഓഫീസിൽ തുടരണമെന്നും അങ്ങനെ പ്രവർത്തിക്കണമെന്നും ആവശ്യമായിട്ടുള്ള കർശനമായ നിർദ്ദേശം സർക്കാർ കൊടുത്തു. എല്ലാം പകുത്തുപോയി. താലൂക്കും തഹസിൽദാരും കമ്പ്യൂട്ടറും വോട്ടർമാരും എന്ന് വേണ്ട ചുക്കും ചുണ്ണാമ്പും വരെ. ഇനിയിപ്പോൾ പത്തനാപുരം തഹസിൽദാർ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ കമ്പ്യൂട്ടറും ചുമന്ന് പുനലൂരിൽ വരും പോലും. ജനത്തെ ആശ്വസിപ്പിക്കാനും സ്വയം ആശ്വസിപ്പിക്കാനും വേണ്ടി അവധ പറയുന്നവർ കാൽച്ചുവട്ടിലെ മണ്ണിളകി പോകുന്നത് മനസ്സിലാക്കണം. പോരാടാൻ കഴിവുള്ളവരെ ഇനി ഈ മണ്ണിൽ നിലനിൽക്കൂ. ജനപ്രതിനിധികൾ തങ്ങളുടെ പ്രവർത്തന മികവ് വിലയിരുത്താനും താരതമ്യം ചെയ്യാനുമുള്ള ഒരു സന്ദർഭമായി ഇതിനെ ഉപയോഗിക്കണം. പതിവ് പോലെ ഏറെ രാഷ്ട്രീയവും ജീവിതവുമായി ഇത്തവണയും ആഴ്ചവട്ടം അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.